നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് ആണ് ജീവൻ നഷ്ടമായത്. അതിന്റെ നടുക്കത്തിൽ ആണ് ചേന്നമംഗലത്തെ പ്രദേശവാസികൾ എല്ലാവരും. 16-ന് നടന്ന സംഭവത്തിൽ പേരപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, ഇവരുടെ മകൾ വിനീഷ എന്നിവർ ആണ് കൊല്ലപ്പെട്ടത്. കേസിലെ പ്രതിയായ ഋതു റിമാൻഡിൽ ആണ്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ആജ്ഞ രവീന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഇതുപോലെ ഒരു പകൽ, ആ ദിനം തന്നെ ഒരുപക്ഷെ മലയാളിയുടെ മനോനിലയെ മാറ്റിയെടുത്ത ദിവസം ആണ്. എങ്ങനെ ഒരു യുവാവിന് ഇതുപോലൊരു ക്രൂരകൃത്യം ചെയ്യാൻ സാധിക്കുന്നു? വളരെ നിസാരമായി മൃഗങ്ങളോട് പോലും, ഒരുപക്ഷെ മറ്റു മൃഗാദികളോട് പോലും നമുക്ക് ഈ തരത്തിൽ പെരുമാറാൻ സാധിക്കില്ല. ആ നിലയിലായിരുന്നു ഋതുവിന്റെ പെരുമാറ്റം. വളരെ കൂളായി ഈ കുറ്റകൃത്യം ചെയ്ത് അവിടെ നിന്ന് പോകുന്ന ഋതു, അതാണ് പ്രദേശവാസികൾ അന്ന് വ്യക്തമാക്കിയത്. ആ പ്രദേശത്ത്, അതായത് നമ്മൾ തൊട്ടുമുമ്പ് റിപ്പോർട്ട് ചെയ്തത് ചെന്താമരയെ ഭയന്ന് ഒരു നാട് കഴിയുന്നതാണ് എങ്കിൽ ഋതുവിനെ പോലെ ഒരാൾ ഈ സമൂഹത്തിന്റെ ഭാഗമാകുമ്പോൾ ഋതുവിനോട് ചേർന്ന് ജീവിക്കുന്നവർ, ആ പരിസരവാസികളുടെ ആശങ്ക അതെത്രത്തോളം വലുതാണ്? ആർക്കാണ് ആ ആശങ്ക മാറ്റാൻ സാധിക്കുക? അഭിലാഷ് ഇപ്പോൾ സൂചിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഞങ്ങളിവിടെ എത്തിയിട്ട് ഒരു 15-20 മിനിറ്റോളമായി. ഈ സമയത്ത് ഈ സമീപത്തുള്ള 3-4 വീടുകളിൽ പോയപ്പോഴും ആരും പുറത്തേക്ക് ഇറങ്ങി വരാനോ അതല്ലെങ്കിൽ ഇവിടെ ഒരാൾ പെരുമാറ്റമുള്ള പ്രദേശമായിട്ട് തോന്നുന്നേയില്ല. 1-2 വീട്ടിൽ പോയി ബെല്ല് അടിച്ചു, അവിടെ ആൾപ്പാർപ്പുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ആരും പുറത്തേക്ക് ഇറങ്ങി വരാനോ ഒന്നും തയ്യാറായിട്ടില്ല. അതൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ മീഡിയയിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയിട്ടാകാം. എന്തായാലും ആരും പുറത്തേക്ക് ഇറങ്ങി വരികയോ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഋതുവിനെതിരെ പ്രതികരിക്കാൻ ഒരു പേടിയുള്ളത് പോലെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഈ വീടാണ് ദാരുണമായ ആ കൊലപാതക പരമ്പര അരങ്ങേറിയ വീട്. ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്കറിയാം. ഈ വീട്ടിൽ ഒരു വൈകുന്നേരത്തോടു കൂടി നിമിഷങ്ങൾക്കുള്ളിൽ 3 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇപ്പോൾ ആശുപത്രിയിലുള്ള ജിതിൻ ബോസ്, അതായത് വിനിഷയുടെ ഭർത്താവിനെ ലക്ഷ്യമിട്ടാണ് ഋതുവെന്ന് ആക്രമണവുമായി, അതായത് ഒരു ബൈക്കിന്റെ ഷോക്ക് അബ്സോർബറുമായി വന്ന് ഈ 3 പേരെയും അടിച്ചു വീഴ്ത്തിയത് ജിതിൻ ബോസിലേക്ക് എത്താൻ വേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ ജിതിൻ ബോസിനെ അടിച്ചിടാൻ വേണ്ടി വന്നപ്പോൾ തടഞ്ഞവരെയാണ് താൻ ആക്രമിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരുടെയും മരണം ഉറപ്പാക്കുന്നതുവരെ ഋതു അവരുടെ തലയ്ക്ക് അടിച്ചു എന്നുള്ള കാര്യമാണ് അതിനകത്ത് നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം വിനിഷയുടെ തലയിലെ മുറിവിന് പോലും ഏകദേശം 8 സെന്റിമീറ്ററോളം ആഴമുണ്ടായിരുന്നു. ജിതിൻ ബോസും ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ്. ഇപ്പോഴും ഗുരുതരാവസ്ഥ തുടരുന്നുണ്ട്. ശസ്ത്രക്രിയകൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അതിനുള്ള പണം കണ്ടെത്താനുള്ള തിരക്കിൽ തന്നെയാണ് നാട്ടുകാർ. അതിനു വേണ്ടി കുടുംബ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. 2 പെൺമക്കൾ ആണ്, ആരാധികയും അവനെയും. ഈ 2 കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒക്കെ ഉൾപ്പെടെ ഉള്ള കുടുംബ സഹായ നിധിക്ക് വേണ്ടിയിട്ട് പ്രദേശവാസികൾ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഋതുവിന്റെ വീടിന്റെ അവസ്ഥ കൂടി കാണാം. തൊട്ടടുത്തത് ഈ കാണുന്ന വീടാണ് ഋതുവിന്റെ വീട്. ഋതുവിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നാട്ടുകാർ വീട് തല്ലി പൊട്ടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനെതിരെ തന്നെ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്കറിയാം, ഋതുവിനെ കോടതിയിൽ എത്തിച്ചപ്പോഴും വലിയ പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഋതുവിനെ കൈവയ്ക്കുന്നു. ആ സമയത്ത് പോലീസുകാർക്ക് അതേ തടയാൻ ശ്രമിച്ച പോലീസുകാർക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ മർദ്ദനമേൽക്കുന്നു, മാധ്യമ പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്രയധികം രോഷാകുലരായി നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു കോടതിയിൽ ഋതുവിനെ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴും. അതുപോലെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പോലും പോലീസ് കോടതിയിലുണ്ടായ ഈ അനുഭവങ്ങൾ മുൻനിർത്തി തന്നെ ഒരു മുൻകൂർ ഒരു തടയിടൽ എന്നൊരു രീതിയിൽ വളരെ പുലർച്ചെയാണ് അന്ന് തെളിവെടുപ്പ് നടത്താൻ ഋതുവിനെ കൊണ്ടുവന്നത്. മാത്രമല്ല, ഈ കൊണ്ടുവന്നപ്പോഴും വലിയ സന്നാഹങ്ങൾ, പോലീസ് സന്നാഹത്തോടു കൂടിയായിരുന്നു അന്ന് ഋതുവിനെ കൊണ്ടുവന്നത്. നമുക്കറിയാം, ജനുവരി 16-ന് നമ്മളെ തന്നെ, അതായത് കേരളത്തെ അങ്ങേയറ്റം ഞെട്ടിച്ച ഈ പറയുന്ന കഴിഞ്ഞ ഒരാഴ്ച അരങ്ങേറിയിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച അരങ്ങേറിയിട്ടുള്ള ക്രിമിനൽ ക്രൈം പരമ്പരകളുടെ ഏതാണ്ട് തുടക്കം ഇവിടുന്ന് തന്നെയാണ് ഞെട്ടിത്തുടങ്ങുന്നത്. കേരളം ഞെട്ടിത്തുടങ്ങുന്നത് ഈ ഋതുവിൽ നിന്നാണ് എന്ന് വേണം പറയാൻ. എങ്ങനെയാണ് ഒരു മനുഷ്യന്, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ, മൃഗങ്ങളോട്, അല്ല നമ്മളെ ആക്രമിക്കുന്ന മൃഗങ്ങളോട് പോലും നമ്മൾ പെരുമാറാത്ത തരത്തിൽ അതിക്രൂരമായിട്ട് 3 ജീവനുകൾ കൺമുമ്പിൽ പിടഞ്ഞു വീഴുമ്പോഴും അതും
അയലത്തുകാർ തമ്മിലുള്ള അത് എല്ലാ നാട്ടിലും എല്ലാ ഇടങ്ങളിലും ഉള്ളത് ആയിരിക്കാം. ഒരു പക്ഷേ ഇത്തരം ഫ്രിക്ഷൻസ് വീട്ടുകാർ തമ്മിൽ അല്ലെങ്കിൽ നാട്ടുകാർ തമ്മിൽ അയലത്തുള്ള ആളുകൾ തമ്മിലൊക്കെ ഫ്രിക്ഷൻസ് ഉണ്ടാവും. അത്തരം ഒരു ഫ്രിക്ഷന്റെ പേരിൽ വളർത്തുനായെ അപ്പുറത്തെ വീട്ടിൽ കയറി എന്ന കാരണം കാണിച്ചുകൊണ്ടാണ് ഋതു ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നതും അതേ തുടർന്ന് ആ വീഡിയോ വിനീഷ് എടുത്ത് വെക്കുകയും അത് മൊബൈൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് പിന്നീട് ഋതു ഈ പറയുന്നത് പോലെ കമ്പിപടിയുമായി വന്ന് ഈ 3 പേരെയും അടിച്ചു വീഴ്ത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്. പക്ഷേ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴും ഇതിലൊരു കുറ്റബോധവും തനിക്കില്ല. 3 പേരെ കൊന്നതിൽ തനിക്ക് ഒരു കുറ്റബോധവുമില്ല എന്നുള്ള തരത്തിലായിരുന്നു ഋതുവിന്റെ പ്രതികരണം. ജിതിൻ ബോസ് മരിക്കാത്തതിൽ തനിക്ക് വിഷമമുണ്ട് എന്ന്, അതായത് അതിൽ നിരാശയുണ്ട് എന്നൊരു പ്രതികരണം കൂടിയാണ് ജിതിൻ ബോസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇവിടെ പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഋതുവിന്റെ മാനസികാസ്വാസ്ഥ്യമാണ്. അതായത് മാനസികാരോഗ്യമില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് ഋതുവെന്ന് എന്നുള്ള കാരണം കാട്ടിയാണ് നേരത്തെ തന്നെ 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ലഹരി കടത്താകട്ടെ, അല്ലെ ലഹരി ഉപയോഗമാകട്ടെ, മോഷണമാകട്ടെ, അങ്ങനെ ആളുകൾക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെ ആയിരുന്നു ഋതു. അങ്ങനെ നിരവധി പരാതികളുണ്ട്. അയൽവാസിയായ മറ്റൊരു പെൺകുട്ടിയുടെ പരാതിയിൽ പോലും പോലീസ് അതിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വിടുകയല്ലാതെ വേറൊന്നും ചെയ്തില്ല എന്നുള്ള പരാതി അല്ലെങ്കിൽ വിമർശനം പോലീസിനെതിരെ ശക്തമായ ഒരു കേസ് കൂടിയായിരുന്നു. കാരണം ഋതു എന്ന് പറയുന്ന അങ്ങേയറ്റം ക്രിമിനലായ ഒരാളുടെ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ അങ്ങനെ കയറൂരി വിട്ടതായിരുന്നു ഈ ഒരു 3 പേരുടെ ദാരുണമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു സാഹചര്യം കൂടി എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഋതുവിനെ ഇങ്ങനെ കയറൂരി വിട്ടത് തന്നെ ആയിരുന്നു എന്നുള്ളതായിരുന്നു നാട്ടുകാർക്ക് എല്ലാവർക്കും പറയാനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട റീസൺ അതായിരുന്നു. പക്ഷേ അപ്പോഴും പോലീസ് പറയുന്നത് മാനസിക ആരോഗ്യം ഇല്ലാത്ത ഒരാള് എന്നുള്ള നിലയിലാണ്. അമ്മ ഒരു പേപ്പറുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, ഇത് കാണിക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു എന്നതായിരുന്നു. പക്ഷേ ഋതുവിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം നടത്തിയ പരിശോധനയിൽ ഇങ്ങനെ നിരവധി പരിശോധനകൾ നടത്തുമല്ലോ ഈ റിമാൻഡിലാകുന്നതിന് മുൻപും അതുപോലെ തന്നെ കസ്റ്റഡിയിലെത്തുമ്പോഴും ഇത്തരം പരിശോധനകൾ ശാരീരിക മാനസിക പരിശോധനകളൊക്കെ നടത്തുമല്ലോ. അതിൽ ഒരിക്കൽ പോലും ഋതുവിന് മാനസിക അസ്വാസ്ഥ്യമുള്ളതായി കണ്ടെത്തിയിട്ടില്ല. അതിൽ നടത്തിയ കൌൺസിലിംഗ് മുൻപ് അത്തരം കൌൺസിലിംഗ് നടത്തിയിട്ടില്ല, അതല്ലെങ്കിൽ അത്തരം ട്രീറ്റ്മെന്റുകളോ മെഡിക്കേഷനോ നടത്തിയിട്ടില്ല. ഇതൊക്കെ വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് പോലീസ് നിലപാട്. അങ്ങനെ തന്നെയാണ് ഋതുവിന് മാനസിക അസ്വാസ്ഥ്യമില്ലാത്ത സ്വബോധത്തോടുകൂടി ഈ പറയുന്ന ദിവസം ഋതു ലഹരിയും ഉപയോഗിച്ചിട്ടത് സ്വബോധത്തോടുകൂടി ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ തന്നെയാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമായിരിക്കുന്നത്. ഇതിൽ കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ്, വളരെ വേഗം കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം മുന്നിലുള്ളപ്പോഴും ഋതു ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമയായി ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടിയിരുന്നു. ആ കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതല്ലാതെ മാനസിക ആരോഗ്യത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമുള്ള ചെറുപ്പക്കാരനായിരുന്നില്ല ഋതു എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്നിരുന്നാൽ പോലും ഈ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെങ്കിൽ പോലും അയാളെ ഇത്തരം പരാതികൾ കിട്ടുമ്പോൾ സാധാരണയായി ചെയ്യുന്നത് എന്താണ്, ഇത്തരം ഒന്നുകിൽ കൌൺസിലിംഗ് നടത്തുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾക്ക് നിർദ്ദേശിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നിരന്തരം നാട്ടുകാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളെ ഇങ്ങനെ അഴിച്ചുവിട്ട് ഒരു 3 ജീവൻ പൊലിയാൻ ഉണ്ടായ 4 പേരെ ലക്ഷ്യമിട്ടെങ്കിലും 3 ജീവൻ നിമിഷങ്ങൾക്കുള്ളിൽ പൊലിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം, അതിക്രൂരമായ സാഹചര്യം ഉണ്ടാക്കിയെടുത്ത ഒരു ചെറുപ്പക്കാരനെ അതിലേക്ക് അല്ലെങ്കിൽ അതിന് വളം വെച്ചു കൊടുത്തത് പോലീസാണ്. അത്തരത്തിൽ ഉള്ള ഒരു സംഭവത്തിലേക്ക് ആ സംഭവം ഉണ്ടാവാൻ കാരണക്കാര് പോലീസാണ് എന്നുള്ള വിമർശനം ഇപ്പോഴും ശക്തമാണ്. നമുക്ക് കാണാം ഈ അയലത്ത് ഈ വീടുകളിലൊക്കെ ഇപ്പം നമ്മൾ പോയിട്ടുള്ള വീടുകളൊക്കെ എങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ പല വീടുകളിലും പോയി സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവരാരും പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല. കാരണം ഒരുപക്ഷെ ഭയന്നിട്ടാകാം. കാരണം തൊട്ടടുത്ത വീട്ടിൽ ഇത്ര വലിയൊരു ക്രൂരത നടത്തിയ ചെറുപ്പക്കാരൻ വരുന്ന ദിവസങ്ങളിലൊക്കെ പക്ഷെ ജയിൽ മോചിതനായി വന്ന ശേഷം ഒരുപക്ഷെ തങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തെങ്കിലോ എന്നുള്ള പേടിയൊക്കെ ആളുകൾക്കുണ്ട് എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ഇതാണ് ആ വീട്. ഈ വീട്ടിലാണ് ഋതു വൈകുന്നേരം വന്ന് ബഹളമുണ്ടാക്കിയത്. 3 കൊലപാതകങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടായതും ഈ വീട്ടിലാണ്. ഈ വീടിന്റെ സാഹചര്യം തൊട്ടടുത്ത്, അതായത് എനിക്ക് തോന്നുന്നത് ഒരു 5 മീറ്റർ പോലും വ്യത്യാസമില്ലാത്ത ദൂരത്ത് തന്നെയാണ് ഋതുവിന്റെ വീട്. ആ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം നാട്ടുകാരൊക്കെ കൂടി വീട് തല്ലിപ്പൊട്ടിക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യം ഇത് തന്നെയാണ്. ഋതുവിനെതിരെയുള്ള കുറ്റപത്രം വളരെ താമസിയാതെ വളരെ വേഗം സമർപ്പിക്കാനാണ് പോലീസ് നീക്കം. ചേന്നമംഗലത്ത് 3 പേരുടെ ജീവൻ പൊലിഞ്ഞ ആ വീടിന് പരിസരത്ത് നിന്നുമാണ് ആജ്ഞ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ആജ്ഞ സൂചിപ്പിക്കുന്നത് പോലെ ഇങ്ങനെയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടറായ ആജ്ഞ അവിടെ എത്തുമ്പോൾ പ്രദേശവാസികളടക്കം ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകുന്നില്ല. കാരണം നിരന്തരം സ്ഥിരം കുറ്റവാളിയായ
ഋതുവിനെ പോലെ ഒരു അയൽവാസി നമുക്കും ഉണ്ടായെങ്കിൽ കുട്ടികളും കുരുന്നുകളും ഒക്കെയായി കുടുംബത്തോടെ കഴിയുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് യഥാർത്ഥത്തിൽ ആജ്ഞ ഇപ്പോൾ കാണിച്ചു തന്നത്. നിശബ്ദരായിരുന്ന് ഇത് സഹിക്കുക മാത്രമേ രക്ഷയുള്ളൂ.